ഹായ് ഗുഡ് മോർണിംഗ്. അതെന്താ നമുക്ക് ശരി വരുന്നത്? അതെന്താ എന്നെ കാണുമ്പോ അതമ്മ വിചാരിക്കുന്ന എന്താ അറിയോ, കണ്ടിട്ട് നേരത്തരായി ചെക്കൻ ഇപ്പൊ ഈ ക്യാമറ ഓൺ ചെയ്യുമ്പോ ഹായ് എന്ന് പറയും. അത് വേറെ ഒന്നിനല്ലമ്മ, ഞാൻ എന്താ ക്യാമറ ഓൺ ചെയ്തു അമ്മ തുടങ്ങിക്കോന്ന് പറയാൻ വേണ്ടിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോഴല്ലേ അമ്മ ഗുഡ് മോർണിംഗ് എന്ന് പറയുള്ളൂ. അല്ല എന്നെ കാണുമ്പോ ശരി വരുന്നുണ്ട്. ഇവരെന്താ അത് ആദ്യമായിട്ട് ദുബായിൽ നിന്ന് വരുമ്പോൾ ചോദിക്കണത്? അമ്മ എന്നും സിമ്പിളാണ് അമ്മ. അമ്മ ആ കാര്യം ഒന്നും ഇവിടെ പറയരുത്. കാരണം എന്താ അറിയോ, എന്നെങ്ങനെ ഒന്ന് ബുദ്ധിമുട്ടിട്ട് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാട്ടോ, അമ്മയുടെ ഈ കുടുംബങ്ങൾ അമ്മേനെ സഹിക്കണത് എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. കാരണം എന്താ അറിയോ, എന്നും വന്നിട്ടൊരു സാധനം എടുത്തിട്ട് വരും. ഇന്ന് ഞാൻ വളരെ സിമ്പിളാണ്, എന്നും അമ്മ സിമ്പിളാണ് കേട്ടോ. അല്ലാണ്ട് ചില കുക്കിംഗ് അല്ല അമ്മ അവരെ കാണാൻ വേണ്ടി വരെ അമ്മ ആര് പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടിട്ട് പോകാൻ അതൊന്നല്ല ഇവിടെ കേക്ക്. ചില കുക്കിംഗ് വീഡിയോയിലൊക്കെ മൂന്ന് സ്റ്റൗവിലൊക്കെ വെച്ചിട്ട് ആൾക്കാർ ചീട് കാണണം. നമുക്ക് കൊതിയാവില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പുറത്ത് ഇറച്ചി വെച്ചിട്ടുണ്ടാവും, ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും. അല്ല അങ്ങനെ ഒരുമിച്ച് എന്ത് സ്പീഡായിട്ട് ചെയ്യണ്ടാവും. അപ്പം അമ്മ എടാ ഒരു 20 വർഷം മുമ്പൊക്കെ ഞാൻ ഈ യൂട്യൂബും സംഭവമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്റ്റൗവിൻ്റെ അടുത്ത് വേറൊരു സ്റ്റൗ വെച്ചിട്ട് 6 എണ്ണത്തിൽ ചെയ്തായിരുന്നു പറയാൻ വരികയായിരിക്കും അമ്മ. പറ്റാത്തതൊന്നും അമ്മ വാശി പിടിച്ച എല്ലാം ചെയ്യും. ഇന്നലെ മിനിഞ്ഞാന്നോ എപ്പോഴും ഞാൻ ആ കാലൊന്നും ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് പറഞ്ഞു ചൂട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അമ്മ കാല് നോക്കമ്മ ശരിക്കും കിണമ്പ് തരും തുമ്പിക്കൈ പോലെ ഉണ്ട്. അതൊരു തെറ്റാണോ? അത് നല്ല കാര്യമല്ല അമ്മ. അപ്പം അമ്മ പറഞ്ഞു മോനേട്ടാ എന്നെ ആനാന്ന് പറയണമെന്ന്. അങ്ങനെയാണോ ചിന്തിക്കുക? ഞാൻ എന്താ പറഞ്ഞ് ഭഗവാന്റെ തുമ്പിക്കൈ പോലെ ഉണ്ട്. അത് തെറ്റാണോ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പൊ കണ്ടല്ലേ നമ്മള് കുറച്ച് ക്യാബേജും കുറച്ച് ക്യാരറ്റും കൂടി അരിഞ്ഞു വെച്ചതാണ്. നമ്മളൊന്നുമല്ല, ഞാനൊന്നും കൂടിയിട്ടില്ല, അമ്മ മാത്രം. പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരച്ചത്. ഇഞ്ചി അമ്മ എന്താ ചമച്ച് ഇട്ടതാണോ അതോ? അല്ല, ചതച്ചതാണ്. പിന്നെ പച്ചമുളക്, സബോള, കുറച്ച് മല്ലിയില, കറിവേപ്പില. അല്ല അമ്മ എന്താ ആദ്യം പറഞ്ഞ് ഇഞ്ചി ചമച്ചിട്ടുണ്ടെന്നോ? അല്ല അതിപ്പോ ചതക്കണമെന്നൊന്നും ഇല്ല. അവനവൻ കഴിക്കുകയാണെങ്കിൽ ചമച്ചിട്ട് വിടാം. അങ്ങനെയല്ല ചതക്കേണ്ടത്. ഇത് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അച്ഛൻ തെങ്ങ് കയറിയിട്ട് അമ്മ ഇവിടെ വീട്ടിലിരുന്ന് ആട്ടിയതാണ്. അച്ഛൻ തെങ്ങ് കയറിയിട്ടല്ല, നമ്മുടെ സ്വന്തം ആട്ടിയതാണ്. അതെ, സ്വന്തമായിട്ട് അമ്മ ഇവിടെ ഇരുന്നിട്ട് ആട്ടിയതല്ല, അവിടെ കൊടുത്തിട്ട് കൊപ്ര മില്ലിൽ ഏതോ ഒരാൾ ആട്ടിയതാണ്. അപ്പൊ ശുദ്ധാണെന്നോ കൊപ്രക്കാരൻ്റെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും. അതെ, നമ്മുടെ നാടേരം മാത്രമാണല്ലോ അതിലുണ്ടാവുള്ളൂ. അല്ല, നമ്മുടെ നാടേരം മാത്രം ശുദ്ധം. അതെ അത് ശരിയാണ് കേട്ടോ. അമ്മ വെറുതെ അല്ല കേട്ടോ. അത് കേട്ടോ, അമ്മയുടെ സ്വന്തം എന്ന് പറഞ്ഞൊരു മകൻ പൊട്ട. ആ തെങ്ങിന്റെ മേളിലുള്ള തേങ്ങ നല്ലതല്ലമ്മ, ശുദ്ധമുള്ളതല്ലമ്മ. അപ്പൊ അമ്മ പിന്നെ എന്റെ പകരം ഒരു കൽപ്പവൃക്ഷത്തിന് സൃഷ്ടിക്കായിരുന്നില്ലേ? എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഞാൻ മാത്രം മണ്ടൻ പൊട്ടൻ. എവിടെയോ മുറ്റത്ത് കിടക്കുന്ന ഒരു തെങ്ങ്, അതിൽ നിന്ന് കിട്ടുന്ന കായ എല്ലാം ശുദ്ധം. കഷ്ടമുണ്ട് കേട്ടമ്മ. കടുക് കിടന്ന് പൊട്ടട്ടെ. ഇപ്പൊ കടുക പൊട്ടുള്ളൂ. ഈ അമ്മ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന കുറേ ആയി, പൊട്ടിത്തെറിക്കാറില്ല. അതൊക്കെ വളരെ മോശമായി. കാരണം എന്താ അറിയോ, കൊടുങ്കാറ്റിനും കൂടി നമ്മൾ തറ കുനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അമ്മയൊക്കെ ഒരു കാലുവേദന വരുമ്പോഴേക്ക് അയ്യോ ദൈവമേ എന്ന് പറഞ്ഞ അത് ഞാൻ പറയുക. എന്നാലും മോശമായിപ്പോയി, വളരെ 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 മോശമായിപ്പോയി. അപമാനിക്കേ? അത് ശരി, ഇതിന് അപമാനമൊക്കെ ഉണ്ടോ? അതെനിക്ക് മനസ്സിലായി. ഞാൻ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. കാരണം എന്താ അറിയോ, മക്കള് ശത്രുക്കളാ അവിടെ, അമ്മ ശത്രുവായിരിക്കാണ്. ഈ അമ്മമാരൊക്കെ എങ്ങനെ ശത്രുക്കളായി മാറുമെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. കുറുമ്പുവാട്ടം ഞാനെന്താ LKG പഠിക്കുക? അതൊക്കെ എത്ര വേദാണ് മോനെ നിന്നെക്കാട്ടിലും. ഈ സുഖമില്ലാത്ത സമയമാണ് ഞാൻ ലോകത്തെ ഏറ്റവും വലിയ സ്വർഗം കണ്ടത്. ഉപ്പ് അമ്മ ഇങ്ങനെ മറ്റേ അച്ഛനോട് പറഞ്ഞമ്മ, ഞാനിപ്പോൾ വയ്യാണ്ടായ കുറച്ച് ദിവസത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്വർഗം കണ്ടത്. ചെക്കൻ ഒരു ഉപദ്രവത്തിനും വന്നിട്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ കാര്യം. എൻ്റെ എന്തെങ്കിലും കുറ്റം പറയാൻ എഴുതുന്നുണ്ടാവില്ല. കാരണം എന്താ അറിയുക, എനിക്ക് ഇന്നലെ
തെറുപ്പ് കയറിക്കൊണ്ടേ ഉണ്ടാവും. എന്നെ കുറ്റം പറയാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പോൾ ഓർത്താ നീക്കുന്നു അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ആ ചെക്കൻ എന്തായാലും സമാധാനം തന്നു പോനേട്ടാ. എനിക്ക് വളരെ വളരെ സ്വൈര്യമുണ്ട്. അച്ഛൻ പറയണ്ട, എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. പറയാൻ വഴിയുണ്ട്. ഇത് അടച്ചു വെച്ച് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കണം. അല്ല അയ്യോ അത് വേണം. എന്തിനറിയോ, കഥ പറയണം, പറഞ്ഞേ പറ്റൂ. അതെ, ആർക്ക് അമ്മയ്ക്ക് സുഖം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അതെ എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ അത് ഇതൊന്നും പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ പിന്നെ കഥ പറയാം. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെറുതായിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലും ചെയ്യണൊരു കാര്യത്തിൽ, എന്തെങ്കിലും ചെറിയൊരു സംഭവത്തിൽ ഒരു ഇത്തിരി നന്മയുണ്ടെങ്കിൽ മതി. അതൊരു വളരെ സന്തോഷമാണ്. അതൊരു നല്ലൊരു മെസ്സേജായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. നമ്മളെല്ലാവരും ഓരോ ദിവസവും ഓരോ ചെറിയ മെസ്സേജുകൾ പറയുന്നുണ്ടെങ്കിൽ ആ മെസ്സേജിലൂടെ എന്തെങ്കിലും ഒരു ഗുണം ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ വീട്ടിലൊരു 5 വയസ്സായ കുട്ടി ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് കഥ പറയമ്മേ പറയുമ്പോൾ അവിടെ അടുക്കളയിൽ നിൽക്കുന്ന ഒരു അമ്പുജമ്മയുണ്ട്, അതിന് വേറെ ഒരു പണിയില്ല, ഒരു പാചകം വെച്ചിട്ട് കഥ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് അവർക്ക് അങ്ങോട്ട് പോയാൽ പോരെ. അപ്പോൾ ആ കണക്കിന് അങ്ങനെ ഒരു ഉപകാരം അമ്മേനെ കൊണ്ട് ഉണ്ടാവുന്നില്ലേ, അത് മതി. പിന്നെ പറയാം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഏതോ ഒരുത്തം വന്നിട്ട് ഇങ്ങനെ കര എന്ന് പറയുന്നത്, അവനൊന്ന് ആട്ടി ഓടിച്ചാൽ ശരിയായിരുന്നു എന്നൊക്കെ ആ കുട്ടിയോട് ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. പക്ഷെ അത് മൈൻഡ് ചെയ്യരുത്. അത് കുട്ടികളല്ലേ, കുട്ടികൾ പറയണമെന്ന് നമ്മൾ തെറ്റായിട്ടിരിക്കരുത്. പറഞ്ഞു എന്ന് വരും. കുട്ടിയോട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ചില ആൾക്കാർ പറയും ഈ ചെക്കൻ ചേച്ചീനെ സംസാരിക്കാൻ വിടുന്നില്ല. അവിടെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളാവാൻ. അപ്പോ മാന് വരെയൊക്കെ എത്തി നമ്മള്. അപ്പൊ മാന് അത് എന്താ അറിയോ, അങ്ങനെ വരാൻ കാരണം എന്താ അറിയോ, ഈ മാനിന് വല്ല ഷുഗറിന്റെ വല്ല വേരിയേഷൻ വന്നിട്ടുണ്ടാവും. അവസ്ഥ കണ്ടമാനം വെള്ളദാഹം വരും. ഈ മാന കാട്ടിലുള്ളതാണോ സൂലുള്ളതാണോ? കാട്ടില്. അപ്പൊ അതിന് വെള്ളം കഴിച്ചു. അതിങ്ങനെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു. കൊറേ ദൂരെ ഈ കൂട്ടത്തെ അന്വേഷിച്ച് പോവുകയാണ്. സ്വഭാവം ശരിയില്ലാത്ത മാനായിരിക്കും. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഒറ്റപ്പെട്ടില്ല എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട്. അപ്പൊ കുട്ടിമാനാണോ? ഒരു മാന് ഒരു കൂട്ടത്തിൽ നിന്ന് അത് വേറിട്ടു. എത്ര പ്രായം ഉണ്ടാവും മാൻ? അതൊന്നും എനിക്കറിയില്ല. കൂടാ മാന്റെ പ്രായം ചോദിക്കണം. അല്ല കുട്ടിയാണോന്ന് അറിയാൻ വേണ്ടി. കഥയില്ലേ, അതിന് ഞാൻ ആരോടാ ചോദ്യം ചോദിക്കുക. അത് ശരി, ഒരാളും വെള്ളം നയിച്ചു. അപ്പൊ വെള്ളം തെറിഞ്ഞോട് നിൽക്കുമ്പോ ഒരു തടാകം കണ്ടു, അതായത് ഒരു വെള്ളം. അപ്പൊ ഇവിടെ എനിക്ക് വെള്ളം കുടിക്കാന്ന് പറഞ്ഞ സന്തോഷമായി. അത് എന്നിട്ട് ക്യാമറ എവിടെയാണ്? അവിടെ താഴെയല്ല. അല്ല ഞാൻ അവിടെ നോക്കിയത്. അപ്പൊ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അതിങ്ങനെ തല താത്തി വെള്ളം കുടിക്കാൻ. ശരിക്കും ഒരു മാന് വെള്ളം കുടിക്കുന്ന പോലെ തന്നെ. വെള്ളത്തിന് എന്താ കണ്ടെന്നറിയോ? മാനിന്റെ ബിംബം. ഒരു വേട്ടക്കാരൻ, അതായത് ശിക്കാരി എന്ന് പറയില്ല, എന്താ പറയുന്നത്, നായാട്ടുകാരൻ ഈ മാനിനെ ഉണ്ട പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതിന് അയ്യോ ഞാനിവിടെ പെട്ടല്ലോ എന്ന് മനസ്സിന് ഭയമായി. എന്നിട്ട് അത് മെല്ലെ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ അതിന്റെ അപ്പുറത്തുണ്ട് ഒരു പുലി. ഈ മാനെല്ലാം നോക്കിട്ട് നിൽക്കണം. അപ്പൊ ദരിദ്രം പിടിച്ച അല്ല, ഒരു മിനിറ്റ്, ഈ വേട്ടക്കാരൻ ദരിദ്രം പിടിച്ച പുലിയും ദരിദ്രം പിടിച്ച രണ്ടിനും ഒരു മാന കിട്ടി. വേട്ടക്കാരൻ ഈ മാനിനെ കണ്ടില്ലേ, അതിന് ഉണ്ട പിടിച്ച് നിൽക്കാം. വേട്ടക്കാരൻ ആ പുലിനെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഈ വെള്ളത്തിൽ ഈ മാനിന് അപ്പുറത്ത് പുലി, ഇപ്പുറത്ത് വേട്ടക്കാരൻ. അപ്പൊ എന്ത് ചെയ്തു, ദൈവമേ, മുന്നോട്ടാണെങ്കിൽ ഈ തടാകല്ലേ, അതിനുള്ളിൽ പെട്ട അതിന് അവിടെ രക്ഷയില്ലല്ലോ. ആ വെള്ളത്തിൽ നീന്താനൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അവിടെ രക്ഷയില്ല, ഞാൻ ചാവും. അപ്പുറത്ത് പോയാൽ പുലി പിടിക്കും, ഇപ്പുറത്ത് ഇയാള്. ഞാനിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നില് തിരിഞ്ഞു നോക്കുമ്പോ പിന്നില് ഈ കാട്ടു തീയില്ലേ പടർന്നു. എന്റെ ദൈവമേ, അങ്ങനെ 4 ചുറ്റും കഷ്ടകാലം പിടിച്ച മാന, 4 ചുറ്റും അപകടം. ഇത് വിചാരിച്ചു, ദൈവമേ ഇനി എനിക്ക് ഒരു രക്ഷയില്ല, എങ്ങനെയായാലും എന്റെ ജീവൻ പോകും. അത് ഞാൻ ആരുടെ കയ്യിലാണ് എന്താന്നുള്ളത് ഇപ്പൊ എനിക്ക് അറിയില്ലല്ലോ. അത് എന്താ ഞാൻ ചെയ്യാം? ഒന്നുമില്ലെങ്കിൽ വെള്ളത്തിൽ ചാടിയ വെള്ളത്തിൽ മുങ്ങിച്ചാവും, തീയിലേക്ക് പോയ തീയിൽ വെന്ത് ചാവും, അപ്പുറത്തെ വേട്ടക്കാട് ഉന്നം വെച്ച് കൊണ്ടുപറഞ്ഞ അത് കൊണ്ടുചാവും, അല്ലെങ്കിൽ പുലി തിന്നുകൊല്ലും. അതന്നെ. അപ്പൊ എന്ത് വിചാരിച്ചാൽ എന്തായാലും ഞാൻ ഇങ്ങനെ ആയില്ലേ, വെള്ളം ഇത്തിരി കുടിക്കാം, വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് മരിക്കാം. ഏതായാലും ദാഹിച്ചിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ വന്നതല്ലേ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ള മാന്. കാരണം എന്താ പറയാ, മരിക്കുകയാണെങ്കിൽ ഒരു മുടുക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ചല്ലോ, കുടിച്ചിട്ട് മരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും ആരെങ്കിലും ഇതിൽ ഏതിലെങ്കിലും ഞാൻ പെടും. അപ്പൊ എന്തായാലും ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് മരിക്കാന്ന് പറഞ്ഞ് വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിക്കുന്ന സമയത്തുണ്ട് ഭയങ്കര ഇടിമിന്നലോട് കൂടിയുള്ള മഴ.
എന്റെ ദൈവമേ, മഴ വന്നു. പോരാത്തതിന് ഇടിമിന്നലും. ഇടിമിന്നലും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര എല്ലാവരും മഴ പെയ്തു. മഴ പെയ്തതും ഈ പിന്നില് കത്തുന്ന ആ തീയില്ലേ അതും കിട്ടും, കാട്ടുതീ കിട്ടും. പിന്നെ ഇപ്പുറത്ത് നിൽക്കണ വേട്ടക്കാരൻ മഴ കണ്ടപ്പോ ഓടി മറിഞ്ഞു. മഴ കണ്ടപ്പോ ഓടിപ്പോണ വേട്ടക്കാരൻ? എന്ത് വേട്ടക്കാരനാ? അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അത്രയും വലിയ മഴയല്ലേ. അപ്പൊ മഴ മറിഞ്ഞിട്ട് അങ്ങോട്ട് മാറി. പുലി അതും മാറി. ഒരു മഴയെ പേടിച്ചിട്ട് പുലിയും വേട്ടക്കാരനൊക്കെ മാറിയോ? അപ്പൊ മഴയല്ലേ, മഴയത്ത് എല്ലാവർക്കും ഒരു ഇതുണ്ടാവില്ലേ. അപ്പൊ ഈ മാന് അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോ ഈ വേട്ടക്കാരൻ എന്ത് ചെയ്തു? മാറിയല്ലോ. ഈ പുലി എന്ത് ചെയ്തു അറിയോ? പുലി തിരിഞ്ഞു നോക്കിയപ്പോ വേട്ടക്കാരനെ കണ്ടില്ല. അപ്പൊ മാനിനെക്കാളും നല്ലത് അതാണെന്ന് പറഞ്ഞ് വേട്ടക്കാരനെ വിളിച്ചു. എന്റെ ദൈവമേ, വേട്ടക്കാരനും പുലി അങ്ങനെ പോയി. ആ വേട്ടക്കാരനെ കൊണ്ട് പുലി പോയി. ഇവര് മഴയുടെ സമയത്ത് മാറിയ സമയത്ത് ശബ്ദം കേട്ടപ്പോ ഈ പുലി തിരിഞ്ഞു നോക്കിയപ്പോ ഈ മനുഷ്യനെ കണ്ടില്ലേ. അപ്പൊ എന്നാ പിന്നെ ഇതിനെക്കാളും നല്ലത് അതാണെന്ന് പറഞ്ഞു വേട്ടക്കാരനും. അങ്ങനെ അതും പോയി. ഈ തീയും പോയില്ലേ. അപ്പൊ മാനിന് രക്ഷപ്പെടാനോ, മാനോ ഒന്ന് രക്ഷപ്പെട്ടു. അപ്പൊ മരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിധിയാണ് അല്ലേ. അപ്പൊ ആ മഴ അവിടെ വന്നത് അതും ദൈവത്തിന്റെ തീരുമാനമായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുക? ഈ 4 ചുറ്റും അപകടങ്ങൾ. എന്നാലാ വേട്ടക്കാരൻ എന്തൊരു മണ്ടനായിരിക്കും. ഈ കാടാവുമ്പോ മഴയും കാര്യങ്ങളൊക്കെ വരും, അതിനൊക്കെ മാറി നിൽക്കാൻ പാടും. മാറി നിന്നിട്ട് ഇങ്ങനെ പിടിക്കാനോ? പുലിനെ അയാൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ പുലി ആ സമയത്ത് മഴ വരുന്ന സമയത്ത് ഈ മാറുന്നതൊക്കെ കണ്ടില്ലേ. പുലി ഇതിന്റെ ദൃഷ്ടി അയാളുടെ പതിച്ചു. അപ്പൊ എന്തായി? ഈ മാനിനെ ഉപേക്ഷിച്ചിട്ട് അയാളുടെ ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു മോറൽ സ്റ്റോറി എന്താണെന്നറിയോ? ഒരു മനുഷ്യന് ബുദ്ധിമുട്ട് വരുമ്പോ എങ്ങനെയാ വരിക എന്ന് പറഞ്ഞാൽ 4 ചുറ്റത്തും വരുമ്പോഴല്ലേ ഒരു അടി കിട്ടിയാൽ 100 അടി ഒരുമിച്ച് കിട്ടിക്കൊണ്ടുണ്ടാവും പറയും പോലെ ഒരാൾക്ക് ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിന്റെ മുകളിൽ ബുദ്ധിമുട്ട് കൊണ്ട് മൊത്തം ബുദ്ധിമുട്ടായിരിക്കും. ഏത് തൊട്ടാലും എവിടെ പോയാലും അവന്റെ കഷ്ടകാലത്തിന്റെ സമയമാണെങ്കിൽ എല്ലാത്തിലും കഷ്ടകാലമായിരിക്കും. അപ്പൊ ആൾക്കാരെന്ത് വിചാരിക്കും? ഇത് മതി ജീവിതം, ഇനി അങ്ങോട്ട് അവസാനിപ്പിക്കുക, അങ്ങോട്ട് ആത്മഹത്യ ചെയ്യാന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊക്കെയാണ് കുറെ ജീവിതങ്ങൾ വിട്ടുപോണത്. കാരണം അവർക്കൊക്കെ മനസ്സിലുള്ള ചിന്ത എന്താ അറിയോ? എൻ്റെ എല്ലാം പോയി, ഇനി എനിക്ക് ഒന്നുമില്ല, ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം എന്നൊരു ചിന്ത വരും. അപ്പൊ ഈ മാൻ ചെയ്തൊരു ബുദ്ധി ഉണ്ടല്ലോ, എന്തായാലും ഞാൻ മരിക്കും, ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതങ്ങോട്ട് ചെയ്യുക, പിന്നെ ദൈവത്തിന്റെ കയ്യിലാണ് പറഞ്ഞു. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ മാനിന്റെ കടമ ചെയ്തു. അപ്പൊ മനുഷ്യൻ ഇന്ന് ഈ നിമിഷം നമുക്ക് ഒന്നുമില്ല, എല്ലാം നശ്യം തോന്നുകയാണെങ്കിലും ഈ ജീവൻ എന്നുള്ളത് ദൈവം തന്നൊരു വരദാനാണ്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഈ ജീവിതത്തിൽ. എനിക്ക് തന്നിട്ടുള്ള ജീവിതത്തിന് എന്തെങ്കിലും ഒരു ഉത്തരം ദൈവം വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും നമ്മളായി തന്നെ ജീവിക്കുക. ഇപ്പൊ ആ മാനിനെ പോലെ അതെന്തിനാണ് ഇത്രയും നേരം തെരഞ്ഞു വന്നത്? ഇത്തിരി വെള്ളത്തിന് വേണ്ടിയിട്ട്. എന്തായാലും മരിക്കും, വേട്ടക്കാരൻ കൊല്ലും, അല്ലെങ്കിൽ പുലി കൊല്ലും, അല്ലെങ്കിൽ തീയിൽ വെന്ത് ചാവും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വന്ന ദൗത്യം എന്താണ്? എനിക്ക് ദാഹം, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളായി മാറാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ അറിയോ? നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു പ്രത്യേകത ഉണ്ടാവും. എന്താ പറയുക? ഒരാളുടെ റോള് ലോകത്ത് വേറൊരാൾക്കും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കഥാപാത്രം എന്താണ്, ഒരു കാരണവശാലും വേറൊരാൾക്ക് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കഥാപാത്രത്തെ നമ്മൾ തന്നെ വൃത്തിയായിട്ട് അവതരിപ്പിച്ച് പോകണം. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിൽ, ഇപ്പൊ നമ്മുടെ ഉള്ളിലാണെങ്കിലും എൻ്റെ ഉള്ളിലാണെങ്കിലും എന്താ അറിയോ? ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളൊരു പ്രത്യേകത വേറൊരാളുടെ ഉള്ളിലില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു സ്വഭാവം ഉണ്ടാവും, നമുക്ക് മാത്രമായിട്ട് ചില കഴിവുകൾ ഉണ്ടാവും. ആ കഴിവുകൾ ഒരു വല്ലാത്തൊരു കഴിവാണ്. കാരണം എന്താ പറയുക? അത് ഇപ്പൊ നോക്ക്, അമ്മയ്ക്കൊരു നിറം ഇഷ്ടമാണ്, അത് അമ്മയ്ക്ക് മാത്രം ഇഷ്ടപ്പെട്ട നിറമാണ്. അത് ഒരിക്കലും എനിക്ക് ഇഷ്ടമാവണമെന്നില്ല. കാരണം എന്താ പറയുക? ഞാൻ അമ്മയുടെ മകനായിരിക്കുക, പക്ഷെ അമ്മയുടെ ഇഷ്ടമുള്ള കളറിന് എനിക്ക് ഇഷ്ടമാവണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതെന്താന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിത്വം ഉണ്ടാവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കളർ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരാളുടെ ഉള്ളിൽ ഇതാണ് ശരിയെന്നൊരു തോന്നലുണ്ടാവും. ആ ശരികൾ അവൻ്റെ ശരികളാണ്, അതൊരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കറിയോ? നമ്മുടെ ശരികൾ നമ്മുടെ മനസ്സിന് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്ക് അപ്പൊ എന്താ അറിയോ? നമ്മുടെ മനസ്സിന് എന്താണ് ശരിയെന്ന് തോന്നുക, നമ്മൾ ചെയ്യണ നമ്മുടെ മനസ്സ് പറയും നമ്മളോട് ഇതാണ് ശരി, ഇത് നീ ചെയ്യൂ, ഇതും കൊണ്ടാണ് നിനക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാവുള്ളൂ. മറ്റേ ഒരു കാര്യം നമുക്ക് ശരിയല്ല എന്ന് തോന്നിയിട്ട് നമ്മൾ ശരിയല്ലാത്തൊരു കാര്യം ചെയ്യും. അപ്പം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ കർമ്മബലം നിന്നുണ്ട്. ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചശക്തി നമ്മുടെയൊക്കെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്തോ ഒന്ന് ചെയ്യാൻ ഇവിടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ ജനിച്ചതിനൊരു കാരണം ഉണ്ടാവും. എന്തിനു വേണ്ടി നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു, എന്താണ് നിൻ്റെ ദൗത്യം, നിൻ്റെ ജീവിതം കൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചത്? നമുക്കൊരു ജീവിതം ഉണ്ടാവും.
ആ ജീവിതം നമ്മൾ മറ്റൊരാളിനെ കോപ്പി ചെയ്തിട്ടുള്ള മറ്റൊരാളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ എല്ലാം ത്യജിച്ചു കഴിഞ്ഞാൽ നീ എന്തിന് ജനിച്ചു, നിൻ്റെ കർമ്മഫലം എന്താണ്, നീ എന്താണ് നിൻ്റെ ജീവിതം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അറിയാതെ പോവും. നിങ്ങളറിയാതെ പോവും. എന്ന് വെച്ചാൽ നിങ്ങളുടെ കർമ്മഫലം എന്താണെന്ന് നിങ്ങളറിയാതെ പോവും. അപ്പോൾ ഈ ജീവിതത്തിൽ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് അവനവനെ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളെയാണ് ആദ്യം നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ എന്ന് പറയും പോലെ നമ്മുടെ ഉള്ളിൽ 100 പേര് തെറ്റെന്ന് പറഞ്ഞാൽ ഒരു ശരി ഉണ്ടെങ്കിൽ ആ ശരിയെ ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ല. അങ്ങനെ കൈവിട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയൊരു സത്യമുണ്ട്. എന്താ അറിയോ? എന്തിനാണ് നീ ജനിച്ച് എന്നൊരു രഹസ്യമുണ്ട്. നിൻ്റെ ജനനം കൊണ്ട് എന്താണ് നീ ഉദ്ദേശിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നീയായി തന്നെ ജീവിക്കണം. ശരിയാണോ? അപ്പോൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും എന്തൊക്കെ വന്നാലും അതൊക്കെ തരണം ചെയ്യുന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് വേണം. എന്താവട്ടെ നമ്മൾ ഇതിലും വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും ചിലപ്പോൾ തരണം ചെയ്ത് നമ്മൾ ഇവിടെ എത്തിയത്. പക്ഷെ അതൊക്കെ നമ്മൾ മറന്നുപോയിണ്ടാവും. നമ്മൾ മറന്നുപോയി. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ സുഖത്തിന് ജീവിക്കുമ്പോൾ നമ്മൾ അതെല്ലാം മറന്നു പോകും. നമുക്ക് പണ്ടൊരു മുറിവ് സംഭവിച്ചിട്ടുണ്ടാവും. ഭയങ്കര ആളുള്ളൊരു മുറിവായിരിക്കും. ആ മുറിവ് ഭയങ്കര നമുക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ സമയത്ത്. പിന്നീട് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു പുതിയ മുറിവുണ്ടാവും. ആ മുറിവ് അത്രയൊന്നും ആ പഴയ മുറിവിൻ്റെ വേദന ഉണ്ടാവില്ല. പക്ഷെ പഴയ മുറിവിനെ നമ്മൾ മറന്നുണ്ടാവും. ഈ മുറിവാണ് ഏറ്റവും വലിയ മുറിവ്, ഈ മുറിയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നത്, ഈ വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്ന തോന്നലാണ്. നമ്മളിതും ഇതിൻ്റെ അപ്പുറവും കടന്നു വന്നവരാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. ഓരോ മനുഷ്യനും ഓരോ ലക്ഷ്യമുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ ഈ ബുദ്ധിമുട്ട് എങ്ങനെയാണോ ഒരുമിച്ച് എല്ലാം വളഞ്ഞ് 4 ദിക്കുന്നും വരും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് നഷ്ടം സംഭവിക്കും. നമ്മുടെ ഒപ്പം ഒരു മനുഷ്യനും കൂടി ഉണ്ടാവില്ല, നമ്മളൊന്ന് താങ്ങാൻ ഒരാളുണ്ടാവില്ല. അങ്ങനെ ഒരു സ്റ്റേജ് എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ടാവും. എന്തിന്? നമ്മളെ വിശ്വസിക്കാനും കൂടി ഒരാളുണ്ടാവില്ല. നീ എന്താണ്, നിന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഉണ്ടാവണ സമയത്ത് നമ്മളൊന്നും കൊണ്ടും ധൈര്യം കൈവിടാൻ പാടില്ല. ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം. ഞാൻ എന്താണെന്ന് എനിക്കറിയാം, ഈശ്വരനറിയാമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വഴിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. നമ്മളെ സൃഷ്ടിച്ച ഭഗവാൻ അതിനൊരു വഴി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആ ഒരു ആത്മവിശ്വാസം നമുക്കില്ലെങ്കിൽ നമ്മൾ ഏത് കൊടുങ്കാട്ടിൽ ചെന്ന് അകപ്പെട്ടാലും നമുക്കവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കാനുള്ള മാർഗം ആ ഭഗവാൻ കാണിച്ചു. അപ്പോൾ ആര് നിങ്ങളെ വെറുത്താലും നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വെറുക്കരുത്. കാരണം ഈ ദൈവപ്രസാദം എന്ന് പറയും പോലെയാണ് നമ്മുടെ ഈ ജീവിതം. അപ്പോൾ ഈ ചുറ്റം മുഴുവനും നിങ്ങളെ വെറുത്തിട്ട് ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞാലും, നിങ്ങളെ കൊണ്ട് നീ ഒന്നിനും സാധിക്കില്ല എന്ന് പറഞ്ഞാലും, ഈ ജീവിതം, ഈ ജീവൻ, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലുള്ള വരെ, നിങ്ങളുടെ സത്യസന്ധത നിങ്ങളെ വിടാത്ത കാലം വരെ ഒരിക്കലും നിങ്ങൾ തോൽക്കുകയില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി നല്ല പോസിറ്റീവായൊരു മെസ്സേജ് പറയുകയാണ്. കാരണം ഒരുപാട് പേരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആരും അറിയിക്കാറില്ല, പറയാറില്ല. കാരണം പറഞ്ഞാൽ അത് വേണ്ട, പറയാൻ പാടില്ല എന്ന് പറയാണ്ടിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരുപാട് ഉയരങ്ങളിലെത്തിയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ പറയും എത്ര ദുർഘടനം പിടിച്ച വഴി കൂടെയാണ്, എത്ര സ്ട്രഗിളായിട്ടുള്ള വഴി കൂടെയാണ് നടന്നു വന്നവർ അവിടെ വരെ കയറിയതെന്ന്. അവരൊന്നും ഉന്തിവിടാൻ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. ഉന്തിവിടാൻ ആളുള്ളവർ പെട്ടെന്ന് കയറി വന്നിട്ടുണ്ടാവും. അല്ലാത്തവർ ഏറ്റവും ബുദ്ധിമുട്ടി ഏറ്റവും സ്ട്രഗിൾ പിടിച്ച ആ വഴിയില്ലേ, ഒരു അഡ്വഞ്ചേഴ്സ് പോലെ കയറി വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവൻ്റെ ജീവിതകഥയ്ക്ക് പിന്നാമ്പുറത്ത് ഒരുപാട് ദുരിതങ്ങളുണ്ടാവും. ആരും കൈതരാത്ത ചില സന്ദർഭങ്ങളുണ്ടാവും. അതൊക്കെ ജീവിതത്തിൽ വരും. ഒരിക്കലും നമ്മുടെ ജീവിതം നിരാശയോടുകൂടി കൈവിടാനുള്ളതല്ല എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി എല്ലാവരും ഒരു പോസിറ്റീവ് തിങ്കോടുകൂടി മുന്നോട്ട് പോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അല്ലേ? അപ്പോൾ കണ്ടില്ലേ, ഇന്നിപ്പോ ഒരു മുതിരപ്പുള്ളിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അത് കുറച്ച് താമസം പിടിക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഈ ക്യാബേജ് മുതിരപ്പുളി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ്. പാലക്കാടൻ മുതിരപ്പുളി വളരെ എളുപ്പമാണ്. മുതിര വേവിക്കുക, കുറച്ച് മല്ലിമുളകും വറുത്തരയ്ക്കുക. അല്ലല്ല, മല്ലിമുളകും വറുത്ത് അരക്കുകയാണ് നല്ലത്. അപ്പോൾ ഒരു മണമൊക്കെ ഉണ്ടാവും. മുതിര വേവിച്ച് വെന്ത് വരുമ്പോൾ ഒരു 3/4 വേവാകുമ്പോൾ ഈ വറുത്ത മല്ലി മുളകും മഞ്ഞളും ഇട്ട് കൊടുക്കുക, കുറച്ച് പുളി ഒഴിക്കുക. എന്നിട്ട് അവസാനം കടുകും വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് കളിക്കുക. പക്ഷെ കഴിക്കാൻ തന്നെ ടേസ്റ്റ്. പിന്നെ എന്തെങ്കിലും ഒരു ദിവസം അമ്മ ഈ പറഞ്ഞ പോലെ 2-3 സ്റ്റൗവിലൊക്കെ വെച്ചിട്ട് ഉറപ്പായിട്ട് ചെയ്യും അമ്മ, ഒരു സംശയമില്ല. എനിക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അമ്മയ്ക്ക് പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ പറ്റായ ഞാൻ ഈ 2 സ്റ്റൗവിലും വെച്ച് ഞാൻ കാണിക്കും കേട്ടോ. ഇപ്പുറത്ത് ഒന്ന് ഇപ്പുറത്തൊന്നൊക്കെ ഇറക്കിയിട്ട് നിന്നെ സംസാരിക്കാൻ വേണ്ടിയില്ല, അത്രേ ഉള്ളൂ. 2 കയ്യിലും ചട്ടകവും പിടിക്കും. എന്നിട്ട് അമ്മ ചെയ്യും. അപ്പൊ ആ മുതിരപ്പുള്ളിയുടെ കൂടെ ഈ ക്യാബേജ് തോരനും കൂട്ടി. ഇന്ന് ഇവര് വേറെ ഒന്നും ഞാൻ സ്പെഷ്യൽ ഇല്ല കേട്ടോ. അതുകൊണ്ട് അതെന്താ ഒരു മുട്ടയും പോലും ഇല്ലേ? മുട്ട വേണമെങ്കിൽ തരാം. എന്താ ഇങ്ങനൊക്കെ മോശമായി പോയിട്ടോ? അയ്യോ, ഇത് അതില്ലാതെ അറിഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ എല്ലാരും അല്ല,
അമ്മ ഇതാ ഒരു മിനിറ്റ് എങ്ങനെ അറിയോ, ഈ മുതല വറുത്ത് വേവില്ല, അതിന്റെ ഒരു മണം തന്നെ ഒരു പ്രത്യേകത, ഭയങ്കര മണമാണ്. നിങ്ങൾക്ക് വെച്ച് കാണിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ശരിക്കും ദംബിരയുടെ മണം വരും. നല്ലോണം വറുത്ത് അത് വേവിക്കാറുക, കുക്കറിലൊന്നും ഇടരുത്, അങ്ങനെ അങ്ങനെ കിട്ടാൻ മതി. കുക്കറിലൊക്കെ വേവിച്ചെടുത്ത് കാണിക്കാനേക്കാളും നല്ലത് അത് അടുപ്പത്ത് തന്നെ വേവിക്കണം സ്റ്റൗവില്. എന്നിട്ട് എന്ത് വരുമ്പോ അതിന്റെ ഒരു മണമുണ്ട്. അതൊരു 3/4 വേവൊക്കെ ആവുമ്പോ നമ്മള് മുളകും മല്ലി വറക്കണം, വറുത്തരക്കണം, എന്നിട്ട് അതിടുക. അതിട്ട് നന്നായി തിളയ്ക്കുമ്പോ അതിന് പാകത്തിന് അവരവരുടെ ആവശ്യത്തിന് വേണ്ട പുളി ഒഴിച്ചിട്ട് നമ്മൾ അവസാനം അതിന് വേറെ ഒന്നും ഇടില്ല, 2-3 പച്ചമുളക് കീറിയിടും ലാസ്റ്റ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല, കുറച്ച് കറിവേപ്പില ഇടും. എന്നിട്ട് വെളുത്തുള്ളി ഉണക്കമുളകും കറിവേപ്പിലയും കൂടി കടുകും ഇട്ടങ്ങ് താളിക്കും. ആഹാ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ വെച്ചു. ഞാൻ വിചാരിച്ചു അതിന്റെ കൂടെ നിങ്ങൾ മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും കൂട്ടാനാണ്. അല്ല, ഞാൻ ഇതുവരെ വിചാരിച്ചത് അമ്മ പശു പുനർജനിച്ചതാണോ. ഇപ്പൊ എനിക്ക് പിടികിട്ടി, അമ്മ കുതിര പുനർജനിച്ചത്. അപ്പൊ ഇത് കഴിക്കാൻ അവര് വണ്ടി പിടിച്ചിട്ടല്ല, ബസ് കയറിയിട്ടല്ല, നാഷണൽ പെർമിറ്റിൽ വരും. ഉറപ്പാണ്. തിക്കും തിരക്കോടെ വരും. പക്ഷെ ഒന്നുണ്ട്, ഇതൊക്കെ കൂട്ടിട്ട് നിങ്ങൾ കഴിച്ചിട്ട് ഇവിടുന്ന് പോണ സമയത്ത് അമ്പുവിന്റെ തലമണ്ട കിട്ടിട്ട് 2 കൊടുക്കരുത്. കാരണം എന്താ പറയുക, വയസ്സായതാണ്, ഒന്നും ഉപദ്രവിക്കരുത് പ്ലീസ്. എന്താ പറയുക, ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് കാണിക്കുന്ന ഒരു സാധനം ഇത് കഴിച്ചിട്ട് ഇതിന്റെ ഒപ്പം എന്താന്ന് മുതിരപ്പുളി. അമ്മാ, അവര് അമ്മേനൊക്കെ സഹിക്കണ്ടല്ലോ എന്റെ ഭഗവാനെ എന്നാണ് ഞാൻ അറിയിക്കുന്നത്. ഇനിയൊരു ദിവസം തൈര് വെച്ചിട്ട് പറയോ, ഇതേ എന്നുള്ളൂ, വന്നോളൂ, നിങ്ങൾ ഞാനത് തരാം. നിന്നെ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കൽപ്പവൃക്ഷം ഇവിടെ നട്ടാൽ മതിയായിരുന്നു. അതമ്മ പല വട്ടം ആലോചിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയൊക്കെ. ഒരൊറ്റ എണ്ണം മതിയായിരുന്നു. ഈ ചെക്കൻ്റെ പോലെ ഒരു തെങ്ങ് നട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഉപകാരമായി തന്നെയാണ് അല്ലേ. എനിക്ക് തോന്നുന്നുണ്ടമ്മ അതൊക്കെയാണ് നിങ്ങളുടെ ചിന്ത. അങ്ങനെ ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മുതിരപ്പൊടി വെച്ചോളൂ, വിരല് ചൂണ്ടരുത്. മീൻ വറുത്തത് അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തതോ പച്ചമീനോ ഏതായാലും കുഴപ്പമില്ല. ഇതാര്? നരേന്ദ്രപ്രസാദിന്റെ സഹോദരിയോ? സൂപ്പറായിട്ട് ഭക്ഷണം കഴിച്ചോളൂ. ഇതൊക്കെ നാടൻ ഭക്ഷണമാണ്. അതെ അതെ, ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് ഒരു പിടി ചോറ് കൂടുതൽ കഴിക്കാൻ പറ്റും. അമ്മക്കൊക്കെ നാടൻ ഭക്ഷണം കഴിച്ച് ശീലിക്കണം. അതന്നെ. അപ്പൊ എല്ലാവർക്കും ബൈ. ഒരിക്കൽ കൂടി അത് വേണ്ട.